നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, മുട്ടിന് വേദനയുണ്ടായിരുന്നു. അതായിരുന്നു പ്രധാനമായിട്ട്. സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല, ഇറങ്ങുമ്പോഴേക്ക് ബുദ്ധിമുട്ട്. ഇതായിരുന്നു എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന പ്രശ്നം. നടക്കുന്നതിന് ആദ്യം വന്നപ്പോഴുണ്ടായിരുന്ന ബുദ്ധിമുട്ട് ഇപ്പൊ ഇല്ല. എന്ന് വെച്ചാൽ കാലൊന്ന് ലൂസായിട്ടുള്ളതായിട്ടാണ് തോന്നുന്നത്. എഴുന്നേൽക്കുമ്പോൾ എനിക്കൊരു സപ്പോർട്ട് വേണമായിരുന്നു. ഇപ്പൊ ആ സപ്പോർട്ട് ഇല്ലാതെ എഴുന്നേക്കാൻ പറ്റുന്നുണ്ട്. അടുത്ത കാലത്ത് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ വന്നു ഒന്ന് പരീക്ഷണം നടത്താമെന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ അത് എനിക്ക് ഇപ്പൊ വന്നിട്ട് വളരെ പ്രയോജനമുള്ളതായിട്ടാണ് കാണുന്നത്. ഫേസ്ബുക്കിലൂടെയാണ് ഇത് കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇപ്പോഴെനിക്ക് പഴയതുപോലുള്ള ഇപ്പൊ തന്നെ ഇരിക്കുന്ന കാര്യത്തിൽ എനിക്ക് സപ്പോർട്ട് വേണ്ട. മുമ്പ് നടക്കുമ്പോൾ കാല് തൊന്തി തൊന്തിയാണ് നടക്കുന്നത്. ഇങ്ങനെ ഒരു വലിച്ചിപ്പോ അത് വലിച്ചിലില്ല. ഞാൻ നോക്കിയിട്ട് കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട്. ഈ രീതിയിലുള്ള ഇതാണല്ലോ ഏറ്റവും കൂടുതൽ നമുക്ക് സ്ട്രെയിൻ ഇല്ലാതെയും വേദന ഇല്ലാതെയും, കുറെ വേദന സഹിച്ചല്ലേ, അപ്പൊ പിന്നെ വേദന ഇല്ലാതെയും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ അതിനെ പ്രിഫർ ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. ഇത് തന്നെ ഇതേപോലുള്ള പ്രൊസീജിയർ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തെന്ന് വെച്ചാൽ നമുക്കിപ്പോ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യാന്ന് വെച്ചാൽ വളരെയധികം പ്രയാസവും പെയിനും ഒക്കെ സഹിക്കണം. മറ്റതാണെങ്കിൽ ഇഞ്ചക്ഷൻ ആണെങ്കിൽ റിസ്ക് ഉണ്ട് അതിൻ്റെ അകത്ത്. അത് ചിലപ്പം ഇഞ്ചക്ട് ചെയ്താൽ ചിലപ്പോൾ ഫലിച്ചാൽ ഫലിച്ചു, ഫലിച്ചില്ലെങ്കിൽ ഫലിച്ചില്ല. ഇതാവുമ്പം ഫിസിയോതെറാപ്പി വഴിയുള്ള ഈ മൂവ്മെന്റ് ആയതുകൊണ്ട് നമുക്ക് അതല്ലേ ഏറ്റവും നല്ലതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഹാപ്പിയാണ് പിന്നെ തീർച്ചയായിട്ടും.